മറ്റൊരു സുപ്രധാന വാർത്തയിലേക്കാണ്. കേരളത്തിൽ നിന്നുള്ള SIR-നെതിരായ ഹർജികൾ സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു. അതിൽ SIR-ന് സ്റ്റേ ഇല്ല എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. സുപ്രീം കോടതി 26-ന് കേസ് വീണ്ടും പരിഗണിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ വരുന്നത്. ഹർജി മാസം 26-ന് പരിഗണിക്കാനാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, ഇന്നിപ്പോൾ കോടതി SIR-നെതിരായ വിവിധ ഹർജികൾ പരിഗണിച്ചിരിക്കുന്നു. SIR-ന് സ്റ്റേ നൽകാൻ തയ്യാറായിട്ടില്ല. എന്തൊക്കെയാണെന്ന് കോടതിയിൽ നടന്നത്? എന്താണ് വിശദാംശങ്ങൾ? ജിൽസി, കേരളത്തിലെ SIR-നെതിരായ ഹർജികളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇതിനൊരു മറുപടി നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഈ കേസ് ഈ മാസം 26-ന് പരിഗണിക്കുമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ ഹർജികൾ അത് പ്രത്യേകം പരിഗണിക്കാമെന്നതാണ് ഇപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കേരള സർക്കാർ, അതുപോലെ തന്നെ CPM, കോൺഗ്രസ്, മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളാണ് കേരളത്തിലെ SIR നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ എത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്ന സാഹചര്യത്തിൽ ഇത് താൽക്കാലികമായി നീട്ടിവെക്കണമെന്നായിരുന്നു. ഇക്കാര്യം ഇന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ കേരളം ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും ഒരു അടിയന്തര സ്റ്റേയിലേക്കൊന്നും ഇപ്പോൾ സുപ്രീം കോടതി പോയിട്ടില്ല. ഈ മാസം 26-ന് ഈ കേസിൽ വാദം കേൾക്കുമ്പോഴായിരിക്കും സ്റ്റേ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് സുപ്രീം കോടതി വ്യക്തമാക്കുക. എന്തായാലും ഈ മാസം 26-ലേക്ക് കേസ് പരിഗണിക്കുന്നത് സുപ്രീം കോടതി മാറ്റിയിരിക്കുകയാണ്. കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നോട്ടീസ് ഇക്കാര്യത്തിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ ഹർജികൾ പ്രധാനമായും മുസ്ലിം ലീഗ്, CPM, അതുപോലെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളാണ് സുപ്രീം കോടതിയിൽ എത്തിയത്. കഴിഞ്ഞ ദിവസം CPI SIR-നെതിരെ സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചത് ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് ഇത്തരത്തിൽ SIR കേരളത്തിൽ നടപ്പിലാക്കുന്നതാണ്. എന്തായാലും ഒരു അടിയന്തര സ്റ്റേയിലേക്ക് ഇപ്പോൾ സുപ്രീം കോടതി പോയിട്ടില്ല. ഒരു നോട്ടീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി കേരളത്തിന്റെ ആവശ്യം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ SIR നീട്ടിവെക്കണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു. അതിന്മേൽ കോടതി ഒരു തരത്തിലുള്ള പരിഗണനയും നൽകിയില്ലേ? അതിന്മേൽ എന്തെങ്കിലും പരാമർശമുണ്ടോ? അത്തരത്തിലുള്ള പരാമർശങ്ങളിലേക്കൊന്നും സുപ്രീം കോടതി കടന്നിട്ടില്ല. പ്രധാനമായും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ SIR നടപടികൾ നീട്ടിവെക്കണമെന്നായിരുന്നു അത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചതാകട്ടെ പ്രധാനമായും ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് SIR നടപടികൾ പുരോഗമിക്കുക എന്നത്. എന്തായാലും കോടതിയുടെ നടപടി ഇപ്പോൾ അഭിഭാഷകനായ ഹാരിസ് ബിരാൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കും. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക് നമുക്കിപ്പോൾ കടക്കാവുന്നതാണ്. പ്രത്യേകമായി ഹർജികൾ പരിഗണിക്കാമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേട്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഹാജരായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേട്ടതിന് ശേഷം മാത്രമേ ഒരു ഇടക്കാല ഉത്തരവ് പാസ്സാക്കാൻ പറ്റുള്ളൂ എന്ന കോടതി പറഞ്ഞത്. മാത്രമല്ല, കേരള കേസുകൾ മറ്റുള്ള കേസുകളുമായിട്ട് വ്യത്യാസമുണ്ടെന്നും ഇന്ന് കോടതി പറഞ്ഞു. അതുകൊണ്ട് കേരള കേസുകൾ മാത്രമാണ് 26-ന് പരിഗണിക്കുകയുള്ളൂ. ബാക്കിയുള്ള കേസുകളെല്ലാം ഡിസംബർ 1-ാമത്തെ ആഴ്ചയെ പരിഗണിക്കുകയുള്ളൂ എന്നും കോടതി പറഞ്ഞു. അപ്പോൾ കേരളത്തിന്റെ കേസ് ഒരു വേറിട്ട കേസാണ്, വ്യത്യസ്ത കേസാണ് എന്നുള്ളതും കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഹാജരാവാത്തത് കൊണ്ട് ഇടക്കാല ഉത്തരവുകൾ ഇന്ന് പാസ്സാക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം, അതായത് ഏറ്റവും അടുത്ത ദിവസം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് 26-ാം തീയതിക്ക് വെച്ചിരിക്കുന്നത്. അല്ല, ഇന്നിപ്പോൾ ഉന്നയിക്കാത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേൾക്കാതെ കോടതിക്കൊന്നും ചെയ്യാൻ ഒരു ഇടക്കാല ഉത്തരവും പാസ്സാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേട്ടതിന് ശേഷം മാത്രമേ ഒരു ഇടക്കാല ഉത്തരവ് പാസ്സാക്കാൻ പറ്റുള്ളൂ എന്ന് കോടതി നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ ഒക്കെ ആയിട്ട് നമ്മളുടെ ഹർജികൾ സർവ് ചെയ്തതാണ്. ഇന്ന് കേസ് വരുമെന്ന് അവരടുത്ത് പറഞ്ഞതുമാണ്, ഇമെയിൽ കൂടി പറഞ്ഞതാണ്. ഞാനിപ്പോൾ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ അദ്ദേഹത്തിന്റെ മെയിലിൽ അയക്കുകയും ചെയ്തതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ നിന്ന് വിട്ടുനിന്നത് തന്നെയാണ്, മാറി നിന്നത് തന്നെയായിരിക്കും. കാരണം ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് നമ്മുടെ പെറ്റീഷൻ ഉത്തരം പറയേണ്ടി വരും. ചിലപ്പോൾ എന്തെങ്കിലും ഇടക്കാല ഉത്തരവ് വന്നാലോ എന്നുള്ള ചിലപ്പോൾ ഒരു തോന്നൽ നിന്നാകാം ഒരു 4 ദിവസം 5 ദിവസം കൂടിയാണ് ഡിലേ വരികയാണെങ്കിൽ അത്രയും കൂടി അവർക്ക് ഡിലേ പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വാദം ഉന്നയിക്കാം എന്നുള്ള ഒരു സംഗതിയും ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ഉണ്ടാകാം. അതിന്റെ ബേസിസിലാകാം ഇന്ന് അവർ ഹാജരാകാതിരുന്നത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണഘടനാ ബോഡി എന്നുള്ള രീതിയിൽ ഒരു പെറ്റീഷൻ ഇവിടെ വരുമ്പോൾ അത് നമ്മൾ സർവേ ചെയ്യുമ്പോൾ അവരവരുടെ വക്കീലിനെ ഇൻസ്ട്രക്ട് ചെയ്തിട്ട് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കോടതിയെടുത്ത് പറയേണ്ടതായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഇപ്പോൾ കോടതി പറഞ്ഞതനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി 2ാം തീയതി സർവേ ചെയ്തിട്ട് 26-ാം തീയതി അവരുടെ വാദം കൂടി കേട്ടതിന് ശേഷം
ശേഷം എന്താണ് ഇടക്കാല ഉത്തരവാണോ എന്താണ് പാസ് ചെയ്യേണ്ടതെന്നുള്ളത് അന്ന് കോടതി പുറപ്പെടുവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേ ആവശ്യമാണല്ലോ നമ്മൾ പ്രഷർ ചെയ്യാൻ പോകുന്നത്. കാരണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാര്യം സ്റ്റേ ചെയ്യണമെന്നാണ് ലീഗ് അടക്കം മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിക്കുന്നത്. അപ്പോൾ 26 സ്റ്റേ ആവശ്യമുള്ള വാദത്തിലായിരിക്കും കൂടുതൽ ഊന്നൽ. തീർച്ചയായിട്ടും 26 ഇടക്കാല ഉത്തരവിന് വേണ്ടിയിട്ടുള്ളൊരു വാദം തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇന്നിപ്പോ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ ശ്രീ കപിൽ സിബലും അത് തന്നെ പറഞ്ഞു. ഇവിടെ ലോക്കൽ ബോഡി ഇലക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് നോമിനേഷൻ കൊടുക്കേണ്ട അവസാനത്തെ തീയതി. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിലുള്ള അർജൻസി എന്ന് പറഞ്ഞപ്പോഴാണ് കോടതി പറഞ്ഞത് നിങ്ങളുടെ കേസ് മാത്രമാണ് 26 ഞങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നത്, ബാക്കിയുള്ള കേസുകളെല്ലാം ഡിസംബറിലേക്ക് ഞങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്.